ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാബേജ് തോരനാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വേഗം ആവുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു അര ക്യാബേജ്. പിന്നെ ക്യാരറ്റ് ഒരെണ്ണം ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി, വലിയുള്ളി, പിന്നെ 3/4 കപ്പ് തേങ്ങ, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 8 ചെറിയുള്ളി, പിന്നെ 3 കൊളുന്ത് കറിവേപ്പില. ആദ്യം നമ്മൾ ഇതിന് വേണ്ട ഈ ഉപ്പേരിക്ക് വേണ്ട തേങ്ങ ഒതുക്കും. അപ്പം ഒരു മിക്സർ ജാർ എടുക്കുക, തേങ്ങ ഇടുക, ഒരു ഗ്രീൻ ചില്ലി ഇടുക, ഒരു സ്പ്രിഗ് കറിവേപ്പില ഇടുക, പിന്നെ 8 ചെറിയുള്ളി ഇടുക. എന്നിട്ട് പൾസ് മോഡിൽ ഒന്ന് ഒതുക്കിയിട്ടെടുക്കുക. അരയ്ക്കരുത്, ഒന്ന് ഒതുക്കിയിട്ടെടുക്കുക. ഇന്ന് നമ്മൾ ക്യാബേജ് മിക്സ് ചെയ്യും. അതിനായിട്ടൊരു പാത്രം എടുക്കുക, ക്യാബേജ് ഇടുക, നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുക, പിന്നെ ഉള്ളി, വലിയുള്ളി ഒരെണ്ണം, പിന്നെ പച്ചമുളക് ബാക്കിയുള്ളത് 3 പിന്നെ കറിവേപ്പില ബാക്കിയുള്ളത് 2 കൊളുന്ത് കറിവേപ്പില. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്യുക. അങ്ങനെ അധികം ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, ഒന്ന് സ്ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിടുക. എന്നിട്ട് വീണ്ടും ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കുക. ഒരു നല്ല മിക്സാക്കിയിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു പാൻ ചൂടാക്കും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും, വെളിച്ചെണ്ണ. പിന്നെ നമ്മുടെ ഒരു ദാലിടും, ഉഴുന്നുപരിപ്പ്. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്യും. പിന്നെ എന്നിട്ട് കടുകിടും. കടുക് കൂട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇടും, ഒരു 4 എണ്ണം. എന്നിട്ട് അതും ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജ് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക, ഒന്ന് വെച്ച് ഹാഫ് കുക്കാവുന്നവർ. എന്നിട്ട് നമ്മൾ ഒതുക്കി വച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ചേർക്കും. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് അത് നല്ല മിക്സാക്കിയിട്ട് സോട്ട് ചെയ്യുക. ഇനി നല്ല അമർത്തി എല്ലാ ഭാഗത്തുനിന്നും കൂട്ടി അമർത്തി വയ്ക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞു. എന്നിട്ട് മൂടി തുറക്കുക. അപ്പോൾ നമ്മുടെ ക്യാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ്. ഇനി ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.